പ്രധാന വാർത്തകൾ. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. രാഹുലിന്റെ അപ്പീൽ സൂറത്ത് സെഷൻസ് കോടതി തള്ളി. MP സ്ഥാനത്തുള്ള അയോഗ്യത തുടരും. തിരുവനന്തപുരം വെള്ളനാട് കിണറ്റിൽ വീണ കരടി ചത്തു. 1.5 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലം. കരടി കിണറ്റിൽ വീണത് കഴിഞ്ഞ ദിവസം രാത്രി. ലോകായുക്തയെ പിന്തുണച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിലുള്ള വിമർശനം നീതീകരിക്കാനാകില്ല. ലോകായുക്ത പങ്കെടുത്തത് സർക്കാർ വിരുന്നിലാണെന്ന് മറക്കരുതെന്നും കുര്യൻ. അഭിപ്രായ പ്രകടനം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. താമരശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കൊട്ടേഷൻ സംഘത്തിലെ ചിലരെ ഷാഫി തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. കസ്റ്റഡിയിലുള്ള പ്രതിയുടെ കൊട്ടേഷൻ സംഘത്തെ കുരുക്കാൻ നീക്കം. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകൾ ഇന്ന് വീഴി തുറക്കും. ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. നിർമ്മിത ബുദ്ധി ക്യാമറകളുടെ പ്രവർത്തനം സേഫ് കേരള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം ലഭിച്ചതോടെ. യുവ സംവിധായിക നയന സൂര്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര പിഴവെന്ന് കണ്ടെത്തൽ. കഴുത്തിലെ പാടിന്റെ നീളം രേഖപ്പെടുത്തിയതിൽ പിഴവെന്ന് ക്രൈംബ്രാഞ്ച്. പിഴവുണ്ടായത് ഡോക്ടർ ശശികല തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ടൈപ്പ് ചെയ്തപ്പോൾ സംഭവിച്ച അബദ്ധമെന്ന് ഡോക്ടറുടെ വിശദീകരണം.